ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുതിയ സീസണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സീസൺ 8 ആണ് വന്നേക്കുന്നത്. നോക്കാം എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കണം ഗൈസ്. വേറെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇതെന്താണ്? ഗൈസ് നമ്മുടെ അപ്ഡേറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഗൈസ്. നമ്മുടെ എന്താ പറയുക, ഈ ഫുട്ബോൾ 25ൻ്റെ അപ്ഡേറ്റ് മിക്കവാറും എന്നല്ല, സെപ്റ്റംബർ ഒരു മിഡ് തന്നെ നമുക്ക് അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം ഗൈസ്. അങ്ങനെയാണ് ഇവർ നോട്ടിഫിക്കേഷനിലൊക്കെ പറഞ്ഞേക്കുന്നത്. പാക്ക് നോക്കുവാണെങ്കിൽ ഗൈസ്, പാക്ക് എപ്പി പാക്ക് സ്പാനിഷ് ലീഗിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. ഇതെന്താണ്? ഗൈസ്, സമ്മർ ട്രാൻസ്ഫർ വോളിയം 1 അതിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതിനകത്ത് എന്ത് പ്ലേസാണ് ഇവർ കൊണ്ടുവന്നേക്കണേ? എനിക്ക് ആകെ ഇതിനകത്ത് അറിയാവുന്ന സെൻറ്റർ ഫോർവേഡാണ് ഇമ്മൊബൈലെ. എനിക്ക് അതിന് മാത്രമേ അറിയുള്ളൂ ഗൈസ്. ഇതിനകത്ത് എനിക്ക് അങ്ങനെ വലിയ ടാർഗറ്റൊന്നുമില്ല. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. നേരത്തെ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് അവന്മാർ കൊണ്ടുവന്നേക്കണ പാക്ക്. പിന്നെ നോമിനേഷൻ പാക്കാണ് നോക്കേണ്ടത്. നോമിനേഷൻ പാക്കിൽ ആരൊക്കെയുണ്ട്? ഗാവി ഉണ്ട്, ജെയിംസ് ഉണ്ട്, ഓക്കെ, എബ്രഹാം, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, ഗനാബ്രയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് മിക്കവാറും റൈറ്റ് ബാക്കിനായിരിക്കും എടുക്കാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ ഗൈസ്, മാച്ചിൽ നോക്കുവാണെങ്കിൽ ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു പാക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. ഈ ഇവൻറ്റ് കളിച്ചാൽ മതി. നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ എവിടെയാണ് എടുക്കണത്? പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ ഇല്ലേ ഗൈസ്? പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ ഇല്ലയെന്ന് തോന്നുന്നു. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് GP ട്രെയിനേഴ്സാണ്. ഗൈസ്, പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ ഇല്ല. സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഫ്രീ സ്പിൻ മാത്രമേ നമുക്ക് ഉള്ളൂ ഗൈസ്. സീസൺ 8 വന്നിട്ട് ഒരു തേങ്ങയില്ല ഗൈസ്. മിക്കവാറും അവന്മാരിനി അടുത്ത വ്യാഴാഴ്ചയും വല്ലതും ചെറിയൊരു അപ്ഡേറ്റ് വെച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയും ഗൈസ്. എന്തായാലും നമ്മുടെ 2025ൻ്റെ അപ്ഡേറ്റ് എന്തായാലും അടുത്ത, അതായത് സെപ്റ്റംബർ മാസത്തിൽ എന്തായാലും ഉണ്ടാവും ഗൈസ്. പിന്നെ കോയിൻ ഇവൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 50 ക്ലബ് കോയിൻ്റെ ഇവൻറ്റ് വന്ന് നടക്കുന്നുണ്ട്. വേറൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല ഗൈസ്. കാരണം അപ്ഡേറ്റ് ഇല്ലാതെയാണ് സീസൺ 8 കൊണ്ടുവന്നേക്കണത്. അതുകൊണ്ട് തന്നെയായിരിക്കാം മേ ബി. എന്തായാലും നമുക്ക് നമ്മളെന്തായാലും കളിച്ച് നമ്മൾ ഫ്രീ സ്പിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ക്ലെയിം ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കോയിൻ സേവ് ചെയ്യുകയാണ് ഗൈസ്. എൻ്റെ അത്യാവശ്യം കോയിൻ സെറ്റ് ആയേനെ, 1000 കോയിന് മേലെ ആയേനെ ഗൈസ്. ഞാൻ ആ ബെക്കാം, അതായത് എഡ്ജിൽ ക്രോസ്ഡ് ബെക്കാമൊക്കെ വന്നപ്പോൾ അതിനകത്ത് കറക്കി. പക്ഷേ എനിക്കൊരു തേങ്ങയും കിട്ടിയില്ല ഗൈസ്. പിന്നെ ബേലിൻ്റെ ബാക്ക് വന്നപ്പോൾ അതിനകത്തും കറക്കി, അതിനകത്തൊന്നും കിട്ടിയില്ല. ഓക്കെ, എന്തായാലും നമ്മളിനിയുള്ള കിട്ടുന്ന കോയിനെല്ലാം നമ്മൾ കൂട്ടി വയ്ക്കുകയാണ്. കാരണം അടുത്ത മാസം സെപ്റ്റംബർ മാസം എന്തായാലും നമുക്ക് 25ൻ്റെ അപ്ഡേറ്റ് വരും. അപ്പോൾ നല്ല പാക്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോയിൻ സേവ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, ഇവനെ കിട്ടണമെന്നാണ് എനിക്കിതിന് ആഗ്രഹം. കിട്ടുമല്ലോ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, എന്തായാലും ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. ഫ്രീ സ്പിൻ എന്തായാലും കൊടുക്കാം. ഓക്കെ, ഹിയർ വി ഗോ, ഫ്രീ സ്പിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പാക്ക്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പാക്ക്. എന്തായാലും നമുക്ക് ഇറക്കി നോക്കാം ആരെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഉള്ളിൽ പച്ച കളറൊക്കെ ഉണ്ട്. ആരാന്നൊക്കെ നോക്കാം. ആരാണ്? ഓക്കെ, സ്പാനിഷ് ലീഗാണ്. ഇതാരാണ്? 17ാം നമ്പർ. ഓക്കെ, നമ്മുടെ ഇമ്മൊബൈലല്ല എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പാക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ 2025ൻ്റെ അപ്ഡേറ്റൊക്കെ വരുമ്പോൾ കാണാം ഗൈസ്. കിട്ടിലും പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ്, പിന്നെ കുറേ റൂമർ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കൊക്കെ നോർമൽ കാർഡായിട്ട് മാറുമെന്ന് അങ്ങനെ ഒരു ന്യൂസ് കേൾക്കണ കേട്ടു. നമ്മുടെ ഇരിക്കുന്ന ഫ്യൂച്ചർ കാർഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്കൊക്കെ ആണെങ്കിലും നമ്മുടെ 2025ൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ അതൊക്കെ സ്റ്റാൻഡേർഡ് കാർഡായിട്ട് മാറുമെന്ന് പറയുന്നുണ്ടായി. അത് ശരിക്കും ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ പണി പാളിയിട്ടുണ്ട്. എന്തായാലും കുറേ കിടിലം പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡാണെങ്കിലും എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഗെയിം വരുമ്പോൾ നമുക്ക് ഇനി നോക്കാം ഗൈസ്. 2025ൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റേ കോൺട്രാക്ട് ടിക്കറ്റൊക്കെ നമുക്ക് എന്തോ എപ്പിക്കിൻ്റെ ഫ്രീ സ്പിന്നായിട്ട് അത് നമുക്കത് കൺവെർട്ട് ചെയ്ത് കിട്ടുമെന്നൊക്കെ പറയണ കേട്ട്. അതെന്താ സംഭവം എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. എൻ്റെ കയ്യിൽ ആകെ കുറച്ച് കോൺട്രാക്ട് ടിക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും ഗെയിം വരുമ്പോൾ നമുക്ക് കാണാം ഗൈസ്.
എന്തായാലും നമുക്ക് മറ്റ് സംഭവം കൺഫേമാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് നിന്ന് ഒരു പ്ലെയറിനെ കൂടി എടുക്കണം. എൻ്റെ ഒരു 5 സ്റ്റാർ ഒരെണ്ണം ഉണ്ട് ഗൈസ്. ഞാൻ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പോകുന്നത് റൈറ്റ് ബാക്കിനാണ് എടുക്കാൻ പോകുന്നത്. ഇവൻ കിടിലൊരു പ്ലെയർ തന്നെയാണ്. ഗാവിനെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ CMF ഒക്കെ കുറേ പ്ലേയേഴ്സ് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാത്തത്. ഓക്കെ, നമ്മളങ്ങനെ ജെയിംസിനെ എടുത്തിട്ടുണ്ട്. എന്തായാലും 2025 അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തൊക്കെ വരും നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്, ബൈ.